ഇന്ന് പുലർച്ചെ റിനിയോട് നമ്മൾ വീണ്ടും ഇതേ കാര്യം ചോദിക്കുമ്പോൾ റിനി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതുകൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നേരത്തെ യുവനേതാവിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കൊച്ചിയിലെ നടി. യുവനേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് റിനി ജോർജ് ആവർത്തിക്കുകയാണ്. പേര് വെളിപ്പെടുത്തുന്നതിൽ കൂടുതൽ ആലോചിച്ച് തീരുമാനമെടുക്കും. സമാന അനുഭവമുള്ള നിരവധി പേർ വിളിച്ചിരുന്നുവെന്നും നടി പറയുന്നുണ്ട്. വെളിപ്പെടുത്തലിനു പിന്നാലെ സൈബർ ആക്രമണം നേരിടുന്നുവെന്നാണ് യുവതി പറയുന്നത്. കേൾക്കാം. ഞാൻ ഇന്നലെ എല്ലാത്തിനും ഉത്തരങ്ങൾ പറഞ്ഞതാണല്ലോ. എല്ലാത്തിനും ഞാൻ ആൻസേഴ്സ്. വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ട്. എങ്ങനെയാണ്? കാരണം ഇത് താങ്കൾക്കെതിരെ അടക്കം വലിയ സൈബർ അറ്റാക്ക് സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ്? ഞാൻ എന്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള ഒരു ഭയവും ഇല്ല. അതായത് സൈബർ അറ്റാക്ക് ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു രീതിയിലേക്ക് വന്നത്. അപ്പൊ അത് ഞാൻ ഒരു കാര്യമാക്കുന്നില്ല. പക്ഷെ ഈ സൈബർ അറ്റാക്ക് കൊണ്ട് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുമാണ് ഈ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നത്. അത് കൂടുതൽ അയാളെ പ്രതിരോധത്തിലാക്കുകയുള്ളൂ എന്നാ ഞാൻ പറയുന്നത്. കാരണം എന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ കാലം അത് തെളിയിക്കും എങ്ങനെയാണെങ്കിലും. അപ്പൊ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുള്ളൂ. ഇങ്ങനെ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നത് കൊണ്ട് ഞാൻ പിന്മാറും എന്നുള്ളൊരു ചിന്ത വേണ്ട. ഇത്രയൊക്കെ ആയിട്ട് എന്തുകൊണ്ടാണ് പേര് മാത്രം പറയാത്തത്? അതേക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, വ്യക്തമായിട്ട് പറഞ്ഞതാണ് എന്തുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളത്. അതിന് വ്യക്തത വരുത്തിയതാണല്ലോ. ഞാൻ വീണ്ടും അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ഈ നേതാവിന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കിന് നേതൃത്വം കൊടുക്കുന്നതെന്നാണ് താങ്കൾ പറയുന്നത് അല്ലെ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾ വളരെ ദുരനുഭവം വളരെ സന്തോഷത്തോടുകൂടി പറയുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെയുള്ള കോൺഗ്രസ് ഹാൻഡുകളിൽ നടക്കം ഇത് വരുന്നുണ്ട്. ഞാനിത് ഇന്ന പാർട്ടിന്നോ ഇന്ന വ്യക്തിന്നോ ഒന്നും ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഈ പറയുന്ന ആരോപണ വിധേയരാകുന്ന വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സംവിധാനത്തിൽപ്പെട്ടവരൊക്കെ ഈ രീതിയിൽ എനിക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അതിന് ഞാൻ യാതൊരു കാരണവശാലും ഭയപ്പെടുന്നില്ല. ആ രീതിയിൽ ഭയപ്പെടുത്തി എന്നെ പിന്മാറ്റാനും സാധിക്കില്ല. തീർച്ചയായിട്ടും അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് കൊണ്ട് അത് കാലം തെളിയിക്കും. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരികയും ചെയ്യും. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പേര് പറയാതിരിക്കുമ്പോൾ ഒരുപാട് പേര് സംശയത്തിന്റെ നേരിലാവുകയാണ്. സാധാരണ ഇത്തരം കേസുകളിലെല്ലാം തന്നെ ഈ പരാതിക്കാർ ഒരിക്കലും പേര് പറയാറില്ല. അത് ഒരുപാട് പേരെ സംശയത്തിന്റെ നേരിലാക്കുന്നുണ്ട്. അത് തന്നെ റിനിയും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? പേര് ധൈര്യമായിട്ട് പറഞ്ഞുകൂടെ? ഞാനത് ഇന്നലെ വ്യക്തമാക്കിയതാണ് എന്തുകൊണ്ടാണ് അത് പറയാത്തത് എന്നുള്ളത്. എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കണക്ഷൻ വരുന്നത് കൊണ്ട് ഞാൻ ഇപ്പോ അതിലേക്ക് മുതിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. നിയമ നടപടി എന്തെങ്കിലും ആലോചിക്കുന്നുണ്ട്? താങ്കൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ നിയമ സംവിധാനത്തിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഞാനത് ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇതെന്റെ വ്യക്തിപരമായ വിഷയമല്ല. വ്യക്തിപരമായ വിഷയമായിട്ട് ഞാൻ ഇതിനെ ടേക്കപ്പ് ചെയ്യുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ? പല പെൺകുട്ടികളും ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് ഞാനത് തുറന്നു പറയുന്നു. ഞാൻ ഇന്നലെ അത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇപ്പൊ ഞാനൊരു കാര്യം കൂടി പറയാം. എനിക്ക് ഇന്നലെ രാത്രിയൊക്കെ പല പെൺകുട്ടികളുടെ അടുത്ത് നിന്നും മെസ്സേജുകളും കോളുകളും വന്നിട്ടുണ്ട്. ഇതേ പ്രശ്നങ്ങളുണ്ട്, വലിയൊരു ക്രിമിനലാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഈ ക്രിമിനലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഒരു പെൺകുട്ടി ഞാൻ ഇന്നലെ എല്ലാത്തിനും ഉത്തരം. നമുക്കിപ്പോൾ അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, കാര്യങ്ങൾ വ്യക്തമാണ്. റിനി ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. താൻ പറഞ്ഞതിൽ ഒരു അണുപോലും പിന്നിലേക്ക് പോകുന്നില്ല റിനി. മാത്രമല്ല, രൂക്ഷമായ സൈബർ ആക്രമണം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി തനിക്കൊരു യുവ നേതാവിൽ നിന്നുണ്ടായ മോശം അനുഭവം തുറന്നു പറയുമ്പോൾ സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആ യുവ നേതാവിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയല്ലേ ചെയ്യുന്നത്. ഇനി ആ പെൺകുട്ടി ആ പേര് കൂടി തുറന്നു പറയേണ്ടി വരും. പേര് മാത്രമേ പറഞ്ഞില്ലെന്നുള്ളൂ, ബാക്കി എല്ലാ സൂചനകളും ആ പെൺകുട്ടി നൽകി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ വലിയ സൈബർ ആക്രമണം ഈ കുട്ടി നേരിടുന്നുണ്ട് അല്ലേ അർജുൻ മട്ടന്നൂർ? തീർച്ചയായും അരുൺകുമാർ, റിനി ആൻഡ് ജോർജ ഇന്ന് പുതുതായി 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഒന്ന്, താൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ താൻ വലിയ തോതിൽ സൈബർ ആക്രമണം നേരിടുന്നുണ്ട്. മാത്രവുമല്ല, ആ ആരോപണ വിധേയനായ യുവ നേതാവിൽ നിന്നടക്കം താൻ ഇത്തരത്തിലുള്ള ആക്രമണം നേരിടുന്നുണ്ട് എന്ന ഗുരുതരമായ ഒരു ആരോപണം കൂടി റിനി ആൻഡ് ജോർജ ഉന്നയിച്ചിരിക്കുകയാണ്. കാരണം സമൂഹ മാധ്യമങ്ങളിൽ അതിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ടാവും. എന്തായാലും അത്തരത്തിൽ സൈബർ ആക്രമണം നേരിടുന്നുണ്ട്. മാത്രവുമല്ല, ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ കൂടുതൽ സ്ത്രീകൾ താനുമായി സംസാരിച്ചിട്ടുണ്ട്. അവർക്കും സമാനമായ രീതിയിലുള്ള ദുരനുഭവങ്ങളുണ്ട് എന്ന് റിനി ആൻഡ് ജോർജ് പറയുന്നുണ്ട്. അതായത് ഇത് റിനി ആൻഡ് ജോർജിലോ അല്ലെങ്കിൽ അതിനുശേഷം വന്ന 1-2 വെളിപ്പെടുത്തലിലോ മാത്രം ഒതുങ്ങാൻ സാധ്യതയില്ല. അതിനപ്പുറത്തേക്ക്
കൂടുതൽ ആളുകൾ കൂടുതൽ ദുരനുഭവങ്ങൾ പുറത്തേക്ക് പറയാനുള്ള സാഹചര്യം സാധ്യതകളുണ്ട് എന്ന സൂചനയാണ് റിനി ആൻ ജോർജ് നൽകുന്നത്. എന്തായാലും നിയമ നടപടിയിലേക്ക് അവർ കടക്കുന്നില്ല, പേര് വെളിപ്പെടുത്താനും നിലവിൽ തയ്യാറാകുന്നില്ല. പക്ഷേ ആരോപണ വിധേയനായ ആൾ അത് പൂർണ്ണമായും തള്ളുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പാർട്ടി നേതൃത്വം ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണെങ്കിൽ തെളിവുകളും അതോടൊപ്പം തന്നെ പരാതിയുമായി വരും എന്ന സൂചന തന്നെയാണ് റിനി നൽകുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു, അതോടൊപ്പം തന്നെ താൻ സൈബർ ആക്രമണം നേരിടുന്നുണ്ട്, കൂടുതൽ ദുരനുഭവങ്ങളുള്ള കൂടുതൽ സ്ത്രീകളുണ്ട്, അവർ താനുമായി സംസാരിക്കുന്നുണ്ട് എന്നീ കാര്യങ്ങളാണ് അവർ പുതുതായി പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്നത് ആ ആരോപണ വിധേയനായ രാഷ്ട്രീയ നേതാവിന്റെ പ്രതികരണമാണ്, അതോടൊപ്പം തന്നെ ആ പാർട്ടി നേതൃത്വത്തിന്റെ പ്രതികരണമാണ്. താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് നമുക്കൊപ്പം ചേർന്നത്. റിനിയോട് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഉറച്ചു തന്നെ നിൽക്കുന്നു, ഒരണു പോലും പിന്നിലേക്ക് പോകുന്നില്ല. വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ആ പെൺകുട്ടിക്ക് നേരെ, റിനിക്ക് നേരെ ഉണ്ടാവുകയും ചെയ്തു. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു പെൺകുട്ടി, അവരാരുമാവട്ടെ, അവരുടെ ജീവിതത്തിൽ നേരിട്ടൊരു ദുരനുഭവം തുറന്നു പറയുമ്പോൾ സമൂഹം അവരെ ആ രീതിയിൽ കുത്തിപ്പറിക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്നത് ശരിയായ ഒരു കാര്യമല്ല. കാര്യങ്ങൾ പുറത്തു വരട്ടെ. ആ പെൺകുട്ടി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒന്നല്ല, ഒരുപാട് പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതിലൊക്കെ ഇനി ഓരോ ദിവസങ്ങളിലായിട്ട് ഒരുപക്ഷെ പുറത്തു വരുമായിരിക്കും. അതൊക്കെ വരുന്ന വഴിക്ക് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം. എന്തായാലും സംഭവം മോശമായി പോയി എന്ന കാര്യത്തിൽ ഒരു തർക്കവും